ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ വീഡിയോ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന സ്കിന്നിന് ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു എണ്ണയുടേതാണ്. ഒറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അത് സ്കിന്നിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതായത് അത് മഞ്ചിഷ്ടയാണ്. മഞ്ചിഷ്ട എന്ന് പറയുന്നത് മഞ്ചട്ടി എന്ന് മലയാളത്തിൽ പറയും. റൂബിയ കോഡിഫോളിയ എന്നുള്ളതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഇത് ഒരുപാട് സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരുപാട് ഉപകാരപ്പെട്ട ഒരു മരുന്നാണ്. ഇത് നമുക്ക് അകത്തേക്കും അതുപോലെ തന്നെ പുറത്തേക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നാണ്. ഇൻറ്റേർണലി നമ്മുടെ സ്കിന്നിൻ്റെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് സ്കിന്നിന് നല്ലൊരു റേഡിയൻസ് കൊണ്ടുവരാൻ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് സഹായിക്കുന്നുണ്ട്. നമുക്കിന്ന് ഒരു എണ്ണ തയ്യാറാക്കാം. അത് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, അത് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ടത് മഞ്ചിഷ്ട പൗഡറാണ്. അപ്പോൾ ഈ മഞ്ചിഷ്ട പൗഡർ എങ്ങനെയൊക്കെയാണ് ബെനിഫിഷ്യൽ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇതിന് മഞ്ചിഷ്ട അല്ലെങ്കിൽ മഞ്ചട്ടിക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, അതുപോലെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. ഈ രണ്ടും ഉള്ളത് കൊണ്ട് തന്നെ ഇത് ആക്നെ ഉള്ളവർക്കും അതുപോലെ എക്സിമ പോലുള്ള കണ്ടീഷൻസ് ഉള്ളവർക്കും വളരെ നല്ലതാണ്. ആക്നെ സ്കിന്നുള്ളവർക്ക് നമുക്ക് ഇത് ഒരു തുള്ളി രാത്രി വേണമെങ്കിൽ നമുക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് നന്നായിട്ട് കുരുവൊക്കെ വന്നിരിക്കുന്നതാണെങ്കിൽ ആ സ്ഥലത്ത് ഒരു തുള്ളി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ്റെ കേസിലാണ്. മുഖത്തുണ്ടാവുന്ന അവിടെ എവിടെയും ചുണ്ടിന് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ സൈഡിൽ അങ്ങനെയൊക്കെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറ്റാനും ഈ മഞ്ചിഷ്ടാദി ഓയിൽ വളരെ നല്ലതാണ്. നിങ്ങൾക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തിട്ട് എന്തെങ്കിലും കടലമാവൊക്കെ യൂസ് ചെയ്ത് കഴുകിക്കളയാം. അതല്ല എങ്കിൽ നിങ്ങൾക്കൊരു മോയ്സ്ചറൈസറിന് പകരമായിട്ട് നൈറ്റ് മോയ്സ്ചറൈസറായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം 1-2 തുള്ളി മാത്രം എടുത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വെള്ളം മുഖത്ത് ഉണ്ടാവാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ ഓയിൽ രാത്രിയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മുഖത്ത് നനവുള്ളതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ചെറിയൊരു നനവോട് കൂടി വേണം നമ്മൾക്ക് ഈ രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഇനി ഇത് അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പോലെ തന്നെ അൺഈവൺ സ്കിൻ ടോൺ ഉണ്ടാവുള്ളൂ മുഖത്ത്. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ കഴുത്തിൻ്റെ ചുറ്റും ഡാർക്ക്നെസ് കൂടുതൽ ഉണ്ടാവുക. അങ്ങനെയുള്ള കേസുകളിലും ഇത് വളരെ നല്ലതാണ്, നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന സ്കാർസ്, കറുത്ത പാടുകൾ മാറ്റാനുള്ളതാണ്. അതിനും ഇത് വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ സ്കിൻ ഒന്ന് ലൈറ്റൻ ആവാൻ, നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ആവാനും ഈ ഒരു മഞ്ചിഷ്ട അഥവാ മഞ്ചട്ടി സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇത് മെലാമിൻ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്കാർസ് മാറാനും അതുപോലെ നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. നാലാമത്തേത്, ഇത് ആൻറ്റി ഏജിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇത് കൊളാജൻ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് വേണ്ട പ്രോട്ടീനാണ്. അതായത് സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി കൂട്ടാനും ഫേംനെസ് കൂട്ടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ. ഇത് നമ്മുടെ സ്കിന്നിനെ നല്ല യൂത്ത്ഫുൾ ആക്കി ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇതും ഇതിൽ ധാരാളമായിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷനെ കൂട്ടാൻ നമ്മുടെ മഞ്ചട്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ആൻറ്റി ഏജിങ്ങിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. സ്കിന്നിലുണ്ടാകുന്ന റിങ്കിൾസ് അതുപോലെ സാഗിങ് ഒക്കെ തടയാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഫേസ് യോഗ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട രീതിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മഞ്ചിഷ്ട അഥവാ മഞ്ചട്ടി. ഇത് 50 ഗ്രാമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് കൂടാതെ നമുക്ക് വേണ്ടത് ഓയിൽസാണ്. അതായത് എള്ളെണ്ണ, അതുപോലെ വെളിച്ചെണ്ണ, പിന്നെ വേണ്ടത് നെയ്യ്. ഇത് എള്ളെണ്ണയാണ്. എള്ളെണ്ണ 75 ഗ്രാമാണ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ ഇത് വെളിച്ചെണ്ണയാണ്. ഇതും 75 ഗ്രാം വേണം, 75 ml അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇത് നെയ്യാണ്. നെയ്യ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായാൽ കൂടുതൽ നല്ലത്. ഇത് 50 ഗ്രാമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇതിൽ നമ്മൾ ആകെ ഒരു ഇൻഗ്രീഡിയൻ്റാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്, മഞ്ചിഷ്ട. അപ്പോൾ ഈ മഞ്ചിഷ്ടയിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റുക. അതിലോട്ട് നെയ്യും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച വെളിച്ചെണ്ണയും അതുപോലെ തിലതൈലം എള്ളെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക.
ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇത് കൂടാതെ 800 ml വെള്ളം കൂടെ ആവശ്യമുണ്ട്. ആ വെള്ളത്തിൽ നിന്നാണ് നമ്മൾ ഈ മഞ്ചിഷ്ട പേസ്റ്റ് ആക്കാനുള്ള വെള്ളം എടുത്തത്. ബാക്കി വെള്ളം കൂടെ ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കി വെള്ളം പേസ്റ്റ് ആക്കിയതിന് ശേഷമുള്ള ബാക്കി വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ കിട്ടും കേട്ടോ. നല്ല അതിൽ ഈ ചൂർണം, അതായത് പൊടി നന്നായി ഇളകി ചേർന്ന് കിട്ടും. ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. പിന്നെ ഇത് ഒരു 2-3 മണിക്കൂർ നമ്മൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി സമയമെടുക്കും. ഇതിപ്പോൾ നന്നായി തിളക്കുന്നുണ്ട്. ഇനി ഇത് മെല്ലെ മെല്ലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളച്ച് ഇങ്ങനെ കുറുക്കി ഈ ഒരു പരുവത്തിലായി വരും. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്കിങ്ങനെ കട്ടിയായി അടിയിൽ ചെറുതായി കട്ടിയായിട്ടേ കിട്ടുള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല ഒരു തിക്കായിട്ട് ഒരു ചെളി പാകമായി വരും. ഇതാ ഇപ്പോൾ കണ്ടോ, സൈഡിലൊക്കെ നമ്മുടെ ചെളി പാകമായിട്ട് വരും. ഇതിനെയാണ് പറയുക, നമുക്കിങ്ങനെ ഒരു പശ പോലെ വരും അടിയിൽ. കുറച്ചുകൂടെ കഴിയുമ്പോൾ, അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു സാധനം കയ്യിലെടുത്ത് നോക്കുമ്പോൾ മണൽത്തരി പോലെ ഉരുണ്ട് കിട്ടും. അതാണ് പാകം. അപ്പോൾ ഓഫ് ചെയ്ത് വെക്കാം. നല്ല ഒരു റെഡ് കളറിലാണ് നമുക്ക് ഈ ഓയിൽ കിട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഈ ഒരു കളറിലാണ് കിട്ടുക. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. അപ്പോൾ അതുപോലെ ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, യൂസ് ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക്